സർപ്പതി നീലഗ്രീവോ വിലോകിത ഉദൈനം ഗോപാദ്രസൻ നാദൂർസന്നുദഹത്യഃ നമോരിഷോഭ്യോ ഹരികേശാഭ്യ പശൂനാം പതയേ നമോ. വസുദേവപുത്ര, സ്വാഗതം. നീ പറഞ്ഞതുകൊണ്ടാ ഇവന്റെ ഗാനം നിർത്താതിരുന്നത്. നന്നായി ഗുരുദേവ, അതിസുന്ദരമായിരുന്നു സാമവേദാലാപനം. ഈ ആലാപനം ഇയാളിൽ നിന്ന് പഠിക്കണം എനിക്ക്. എന്റെ പേര് സുധാമാവ്. എന്നെ ഗുരുദേവൻ ശിഷ്യനായി സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും ചൊല്ലി പഠിപ്പിക്കാൻ ഞാൻ എടുക്കും. ശിഷ്യനായി എടുക്കും, അല്ലേ ഗുരുദേവ? കൃഷ്ണ, നിന്റെ വാക്കിനെ ഞാൻ മാനിക്കണം. നിന്റെ ആദ്യത്തെ അപേക്ഷ തള്ളിക്കളയില്ല ഞാനത്. ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും തോഴനായി കുചേലനെങ്കിലും ബ്രാഹ്മണകുമാരനായ സുധാമാവും പഠിക്കട്ടെ. അറിവ് കുചേലനും കുബേരനും ഒന്നുപോലെ അർഹതപ്പെട്ടതാണ്. ഈ സഹായം കുചേലനായ ഞാൻ ഒരിക്കലും മറക്കില്ല. സാന്ദീപനിയുടെ ശിഷ്യന്മാരാവണമെങ്കിൽ ഈ വസ്ത്രധാരണം വേണമെന്ന ഉപാധിയാണ് കഷ്ടം. ചോദിച്ചത് അരവിന്ദ ഞാൻ ഗുരുപത്നിയോട്, രാജകുമാരന്മാരായ ഞങ്ങളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെയെന്ന്. ഗുരുദേവന്റെ ചിട്ടകളൊക്കെ കർശനമാണ് പോലും. ഏറെ കഷ്ടം നമ്മളെക്കാളും താഴ്ന്ന പദവിയിലുള്ളവരോട് സഹവസിക്കണം എന്നതാ. ഇന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നറിയോ ഗുരുദേവന്റെ ശിഷ്യന്മാരായിട്ട്? ഗുരുപത്നി പറഞ്ഞു, വലിയ കേമമാരെന്ന നിലയിലാ പറഞ്ഞത്. കൃഷ്ണനും ബലരാമനും മധുരയിലെ വസുദേവ പ്രഭുവിന്റെ പുത്രന്മാരാണത്രേ. അത് ഈയിടെയായി കിട്ടിയ പരിവേഷം. വാസ്തവത്തിൽ അവര് വൃന്ദാവനത്തിലെ ഏതോ ഇടയക്കൂട്ടത്തിലുള്ളതാ. വേറെ ഒരുത്തരും വന്നിട്ടുണ്ട് അവരുടെ കൂടെ. ഉദ്ധവൻ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്ക് യോജിച്ചവരല്ല മൂന്നുപേരും. യോജിച്ച ഒരുത്തനെ കൂട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക്, ഒരു കുചേലനെ. ഓ, ആ പാട്ടുകാരൻ, ദാരിദ്ര്യവാസി. അത് തന്നെ. ഒരു കാര്യം അറിയാം അനുബന്ധന്, ആ ചെക്കനില്ലേ, കൃഷ്ണൻ എന്ന ചെക്കൻ, മധുരയിൽ വെച്ച് സ്വന്തം അമ്മാവനെ കൊന്നു അത്രേ. മധുരയുടെ സിംഹാസനം കൊതിച്ചിട്ടാവും. ആരാ മധുരയുടെ സിംഹാസനം കൊതിച്ചത്? നിന്റെ അനുജൻ തന്നെ. പക്ഷെ കിട്ടിയതുമില്ല. വേണമെന്ന് കരുതിയാ കിട്ടുക തന്നെ ചെയ്യും. കളിയാക്കൊന്നും വേണ്ട. ആഗ്രഹിച്ചാൽ കിട്ടും ഞങ്ങൾക്ക്. കിട്ടും കിട്ടും. വലിയൊരു ഗോപി. ആരുടെ നേരത്താ നീ കൈവച്ചത്? ഈ രാജ്യത്തെ രാജാക്കന്മാരാ ഞങ്ങള്. ഏത് ലോകത്തെ രാജാക്കന്മാരായിരുന്നാലും എന്റെ അനുജനെ നിന്ദിച്ചാൽ കഥ കഴിക്കും ഞാൻ. ജ്യേഷ്ഠ, 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 എന്താ ഇത്? വിടൂ, വിടൂ ജ്യേഷ്ഠ. നിന്നെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചവര്. ജ്യേഷ്ഠ, ബ്രഹ്മചാരികളാ നമ്മള്. കോപം ഒതുക്കണം. ഹോ, കഷ്ടം തന്നെ. തെറ്റ് കണ്ടാ എതിർക്കാനോ അക്രമികളെ അടിച്ചൊതുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാന്ന് വെച്ചാല്. വരൂ ജ്യേഷ്ഠ, വരൂ. കൃഷ്ണ, ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ? എന്താ സുധാമൻ അറിയേണ്ടത്? കംസനെയും ചാണൂരനെയും ഒക്കെ വധിച്ച കാര്യം ഉദ്ധവൻ എന്നോട് പറഞ്ഞു. ഇതാ ഉദ്ധവനുള്ള കുഴപ്പം. എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടം കൊണ്ടാ. അതിരിക്കട്ടെ, എന്റെ ജന്മനാടായ പ്രഭാസ തീർത്ഥം വരെ എത്തിയ വേറെ ചില കഥകളുമുണ്ട്. കൃഷ്ണനെ കുറിച്ചുള്ള കഥകള്. ആഹാ,
എന്തൊക്കെയാ അത്? കുഞ്ഞായിരിക്കുമ്പോ പൂതന എന്നൊരു ഖേചരിയെ കടിച്ചു കൊന്നു കൃഷ്ണൻ. കടിച്ചു കൊല്ലേ? അതെ, കടിച്ചു മുറിച്ചു കൊന്നുന്നാ കേട്ടത്. അതുപോലെ ഒരു കാളവണ്ടിക്കാരനെ ചവിട്ടിക്കൊന്നോ കൃഷ്ണൻ. ഒരു പക്ഷിപിടുത്തക്കാരനെ കഴുത്ത് ഞെരുക്കി കൊന്നോ. പോത്തിന്റെ രൂപത്തിൽ വന്ന ഒരുത്തനെ മൂക്കിലിടിച്ചു കൊന്നോ കൃഷ്ണൻ. ഒക്കെ കൊലപാതകത്തിന്റെ കഥകളാണല്ലോ. കാളീൻ എന്നൊരു സർപ്പത്തിന്റെ പത്തികളിൽ ചാടിക്കയറി നൃത്തം ചെയ്തുവോ കൃഷ്ണൻ? ഹാവു, കൊലപാതകം കഴിഞ്ഞ് നൃത്തത്തിലെത്തി. മുരളിയൂതി നൃത്തം ചെയ്യാറുണ്ടോന്നും കേട്ടിരിക്കണു ഞാൻ. രാസനൃത്തം എന്നാ ആ നൃത്തത്തിന്റെ പേര് അല്ലേ? ശരിയല്ലേ? ആണോ? എന്നോടാണോ ചോദിക്കുന്നത്? കൃഷ്ണ, ആ രാധ, അങ്ങനെയൊരു ആരാധികയുണ്ടായിരുന്നു വൃന്ദാവനത്തില് അല്ലേ? അതിസുന്ദരിയായ ഒരു ഗോപിക ഉണ്ടായിരുന്നു അല്ലേ? വീണ്ടും എന്നോട് ചോദ്യം. ഞങ്ങളൊക്കെ അവിടെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ആരാധനയോടെ കേട്ടിരുന്ന കഥകളാ ഇതെല്ലാം. മുരളി ഊതോ കൃഷ്ണൻ? ഊതാൻ എന്റെ കയ്യിൽ എവിടെയാ മുരളി? കണ്ടിട്ടുണ്ടോ സുദാമൻ? മുമ്പ് ഊതിയിരുന്ന കാര്യ പറഞ്ഞത്. ആ മുരളി രാധയ്ക്ക് കൊടുത്തിട്ട് പോന്നു അല്ലേ കൃഷ്ണ? അങ്ങനെയും ഉണ്ടായിരുന്നോ കഥയില്? അപ്പോ കുട്ടിക്കാലം മുതൽ ഞങ്ങളൊക്കെ കേട്ടത് കഥകളാണോ? കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ? അസത്യങ്ങളാണോ? ഓരോ മായയാ സുദാമ അത്. മായ എന്ന് വെച്ചാല് തോന്നല്. സത്യമാണെന്ന് തോന്നും, പക്ഷെ സത്യമല്ല. എന്നാലോ അസത്യമാണെന്നും തോന്നും, പക്ഷെ അസത്യവുമല്ല. സത്യവും അസത്യവുമല്ലാത്ത എന്തോ ഒന്ന് അല്ലേ? അത് തന്നെ. കഥയല്ലാത്ത മറ്റൊന്നും കൂടി കേട്ടു. അതെന്താ കഥയല്ലാത്തത്? നാവെടുത്താൽ കൃഷ്ണൻ കളവേ പറയുന്നൊരു സത്യം. ആ സത്യം ഗോകുലം മുതല് വൃന്ദാവനം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. അത് കഥയല്ലാന്ന് തോന്നുന്നു സുദാമന് അല്ലേ? ഇപ്പോ കൃഷ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അതുമാത്രാ സത്യമെന്ന് തോന്നുന്നുണ്ട്. കൃഷ്ണൻ കളവ് പറയുന്നത് മാത്രമാ സത്യം. യശോദാമ്മ പോലും വിളിക്കുന്നത് കള്ളകൃഷ്ണ എന്നല്ലേ? എന്റെ അമ്മയെ പോലെ, എന്റെ യശോദാമ്മയെ പോലെ എന്നെ അറിഞ്ഞിരിക്കുന്നു സുദാമൻ. അറിയാതെ അറിയലേ? അറിവിലും വെച്ച് ഏറ്റവും വലിയ അറിവ് അറിയാതെ അറിയലാണ് സുദാമ. അറിയില്ല എന്നുള്ള അറിവിനു മേലെ വേറൊരറിവില്ല. നീയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴൻ. ദുർജന സജ്ജനോ ഭൂയാത് സജ്ജന ശാന്തിമാപ്നുയാത് ശാന്തോ മുച്ഛേദ ബന്ധേഭ്യോ മുക്തച്ഛാന്യാൻ വിമോചേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെന്താ ബ്രഹ്മചാരികളെ? അമ്മയ്ക്കൊരു ചെറിയ സമ്മാനം. ഇന്ന് ഞങ്ങളുടെ പെറ്റമ്മയുടെ പിറന്നാളാ. എല്ലാ വർഷവും സമ്മാനം കൊടുക്കുന്നത് പതിവാ. ഗുരുകുലത്തിലായതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവാൻ വയ്യല്ലോ. സന്യാസിനി ജീവിതം നയിക്കുന്ന എനിക്കെന്തിനാ കുട്ടികളെ ഇതൊക്കെ? സ്വീകരിക്കണം അമ്മേ. സ്വന്തം മക്കളാണ് തരുന്നതെന്ന് കരുതി സ്വീകരിക്കണം. ദാ അമ്മേ. സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാനുള്ള യോഗം ഇല്ലാതായിപ്പോയി എനിക്ക് കുട്ടികളെ. അറിയാം അമ്മേ. അമ്മയുടെ മകൻ കഴിഞ്ഞ വർഷം പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ കാര്യം അറിഞ്ഞിരിക്കുന്നു നാം. മരണപ്പെട്ടു എന്ന് ചിലര് പറയണു. ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് മറ്റു ചിലര് പറയണു. തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടമ്മേ. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഞാനും നിങ്ങളുടെ ഗുരുദേവനും. തട്ടിക്കൊണ്ടുപോയത് സാക്ഷാൽ മൃത്യുദേവനാണെങ്കിൽ പോലും കൃഷ്ണനോടൊരു വാക്ക് പറഞ്ഞാൽ മതിയമ്മേ. കൃഷ്ണനോടോ? അതെ, അതറിയില്ലേ അമ്മയ്ക്ക്? എന്ത്? മുൻപ് വൃന്ദാവനത്തിൽ വെച്ച് നന്ദൻ എന്നൊരു ഗോപനെ വരുണദേവൻ തട്ടിക്കൊണ്ടുപോയപ്പോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഈ കൃഷ്ണനും ബലരാമനുമാണ്. അക്കാര്യം അറിയില്ലേ അമ്മയ്ക്ക്? അങ്ങനൊരു കാര്യം ആരും എന്നോട് പറഞ്ഞിട്ടില്ല കുട്ടികളെ. അതാ അത്ഭുതം. അക്കാര്യം ആര്യവർത്ത മുഴുവൻ പ്രസിദ്ധ. അങ്ങനെയുള്ള രാമകൃഷ്ണന്മാര് ഇവിടെ ശിഷ്യന്മാരായിട്ടുള്ളപ്പോ എന്തിനാ അമ്മ ദുഃഖിക്കണേ? രാമകൃഷ്ണന്മാർ അപൂർവ സഹോദരങ്ങളാണ് എനിക്കും തോന്നിയിരിക്കണു. അമ്മയുടെ മകന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കേ വേണ്ടൂ. ഇങ്ങനൊരു ആവശ്യം അവരോട് പറയണത് അനുചിതമാണ് വിന്ദ. ഒരനുചിത്യം ഇല്ലമ്മേ.
ഒരു ദുഃഖം പറയണേല് എന്താ അനൗചിത്യം? പറ്റുമെങ്കിൽ ചെയ്യട്ടെ അവര്. എന്തോ എനിക്ക് മനസ്സ് വരണില്ല. പറയാതെങ്ങനെയാ അവരമ്മയുടെ ദുഃഖത്തെക്കുറിച്ച് അറിയാ? ഞങ്ങൾ പറയണോ? വേണമെങ്കിൽ പറയാം. അയ്യോ വേണ്ട വേണ്ട കുട്ടികളെ, നിങ്ങൾ പൊയ്ക്കോളൂ. ഇന്ന് രാത്രി 10:30. നമ്മൾ കൊയ്യുമ്പോഴെല്ലാം നമ്മുടെ തകും പൈങ്കിളിയെ. എന്തെല്ലാം ചെയ്യാനുണ്ട്. ഹെയർ, മേക്കപ്പ്, ഡെക്കറേഷൻ, പാർട്ടി, ഡാൻസ്, മോർണിംഗ് ടു ഈവനിംഗ്. എന്റെ ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് വേണം. ഇപ്പോ സെക്കൻഡ് ഡേ ആയാൽ എന്താ? വിസ്പർ ഉണ്ടെങ്കിൽ പോസിബിൾ. 1 സെക്കൻഡിൽ വലിച്ചെടുക്കും ശരിക്കും. വൃത്തിയല്ലേ ഇപ്പോഴെല്ലാം? അതുകൊണ്ടല്ലേ 1 കോടി പെൺകുട്ടികൾ സമ്മതിക്കുന്നത്. വിസ്പർ ഉണ്ടെങ്കിൽ പോസിബിൾ. ഗുരു, അങ്ങ് വല്ലാതെ അസ്വസ്ഥനാണ്. ഈ ദുഃഖത്തിനുള്ള കാരണവും അറിഞ്ഞു. ഗുരുപത്നി പറഞ്ഞു എന്നോട്. ആ പറഞ്ഞതാണ് എന്നെ ഇപ്പോ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് കൃഷ്ണ, കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത്. പറയാതിരുന്നാൽ മതിയായിരുന്നു അവൾക്ക്. ഗുരു, അങ്ങെന്നെ അങ്ങയുടെ വത്സല ശിഷ്യനെന്ന് വിളിക്കുന്നു. അങ്ങയുടെ വിഷാദം ഞാൻ മാറ്റിത്തരാം ഗുരുദേവ. പറയൂ, എന്നോട് പറയൂ. നിനക്കെന്ത് ചെയ്യാൻ കഴിയും കൃഷ്ണ? എന്റെ ദുഃഖം ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കൂടെ ഗുരുദേവ? കൃഷ്ണ, മകനെന്നത് സ്വന്തം ആത്മാവാണ്. ഭാവിയിലേക്ക് ആവാഹനം ചെയ്യപ്പെടുന്ന ആത്മാവ്. ജീവിതത്തിൽ അവനാണ് ആശ്രയം. മരണത്തിൽ നരകത്തിൽ നിന്നും രക്ഷിക്കാനും അവനെയുള്ളൂ. മകന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല കൃഷ്ണ. എന്റെ മകൻ. ഗുരുദേവ, കഴിഞ്ഞ വർഷം പ്രഭാസ തീർത്ഥത്തിൽ സ്നാനത്തിനിറങ്ങിയ അങ്ങയുടെ പുത്രനെ കാണാതായി അല്ലേ? വാസ്തവം. ശ്രമമൊന്നും നടന്നില്ലേ അയാളെ തിരഞ്ഞുപിടിക്കാൻ? അവനെ തിരഞ്ഞുപിടിക്കാൻ അസാധ്യമാണ് കൃഷ്ണ. കാരണം? പഞ്ചജനൻ എന്ന അതിഘോരനായ ഒരു രാക്ഷസനാണ് അവനെ പിടിച്ചുകൊണ്ടുപോയത്. ഈ 1 വർഷത്തിനുള്ളിൽ അവന്റെ ഒരു വിവരവുമില്ല. അതിനർത്ഥം പഞ്ചജനൻ അവനെ മൃത്യുദേവന് ബലി നൽകിയിട്ടുണ്ടാവുമെന്ന് തന്നെയാ. പഞ്ചജനനോ? അതേ കൃഷ്ണ. ചക്രവാൻ എന്ന പർവ്വതത്തിലാണ് അവന്റെ വാസം എന്ന് ചിലർ പറയണു. മറ്റു ചിലർ പറയണത് ഇപ്പോ പാടലമാണ് അവന്റെ നാടെന്നാണ്. കുശസ്ഥലി എന്ന ദ്വീപിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കണു അവനും അവന്റെ അനുചരന്മാരും. ആ ആക്രമണം വിജയിക്കാനാണ് അവൻ എല്ലാ വർഷവും ബലി നൽകണത് അത്രേ. ഗുരുദേവ, എന്താ കൃഷ്ണ? ഞാൻ ശ്രമിച്ചാലോ അങ്ങയുടെ പുത്രനെ കണ്ടുപിടിക്കാൻ? സാഹസമാണത് കുഞ്ഞെ. ആ രാക്ഷസനെ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം. എന്നിട്ടല്ലേ എന്റെ പുത്രനെ? അതെന്താ ആ രാക്ഷസനെ കണ്ടുപിടിക്കാൻ ഇത്രയും പ്രയാസം? ഒരു ശംഖിനകത്ത് അവന്റെ താമസം. ശതലക്ഷക്കണക്കിന് ശംഖുകളുള്ളതിൽ രാക്ഷസൻ ഒളിച്ചിരിക്കുന്ന ശംഖേതെന്ന് കണ്ടുപിടിക്കണത് എങ്ങനെ? ഒരായുസ് മുഴുവൻ തിരഞ്ഞാലും സാധിക്കില്ല കൃഷ്ണ. ഞാൻ കണ്ടുപിടിക്കും ഗുരുദേവ. കൃഷ്ണ, എന്റെ പുനർദത്തിന് വന്നതുപോലൊരു അനുഭവം ക്ഷണിച്ചു വരുത്താനാണോ നിന്റെ പുറപ്പാട്? ഗുരുദേവ, എന്റെ വിദ്യാഭ്യാസകാലം തീരാറായി. ഗുരുദക്ഷിണയ്ക്കുള്ള സമയമായി. അതിന് കൃഷ്ണ, വേദശാസ്ത്രങ്ങളും 64 കലകളും ധനുർവേദാദി സർവായുധ വിദ്യകളും സൂതധർമ്മങ്ങൾ പോലും കഴിഞ്ഞ 64 ദിവസങ്ങൾ കൊണ്ട് നീ പഠിച്ചെടുത്തു. ഇതുപോലൊരു ശിഷ്യൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഇതിൽ പരം ശ്രേഷ്ഠായൊരു ഗുരുദക്ഷിണ എന്താ ഉള്ളത്? വേണ്ട കൃഷ്ണ,
നേരെ മധുരയിലേക്ക് പൊയ്ക്കോളൂ 3 പേരും. പഞ്ചജനൻ എന്നൊരു രാക്ഷസൻ ഒരു ശംഖിനകത്തുണ്ടെങ്കിൽ അവനെ കണ്ടിട്ടേ ഞാൻ മധുരയിലേക്ക് പോണുള്ളൂ ഗുരുദേവ. കൃഷ്ണ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ എങ്ങനെയാ വസുദേവ രാജകുമാരന്റെയും ദേവകി രാജകുമാരിയുടെ മുഖത്ത് നോക്കുക? അവർക്ക് മനസ്സിലാവും ഗുരുദേവ. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്റെ ജന്മമെന്ന് അച്ഛനമ്മമാർക്കറിയാം. നീചന്മാരായ രാക്ഷസന്മാരെ ശിക്ഷിക്കലാണ് എന്റെ ധർമ്മമെന്നും അറിയാം. ഒരു ശംഖിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് മഹാദുഷ്ടത്തരങ്ങൾ ചെയ്യുന്ന പഞ്ചജനനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങയുടെ മകനെയും കൊണ്ടേ കൃഷ്ണൻ വരൂ. ഗുരുദേവൻ അനുഗ്രഹിച്ചാലും.